ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കുപ്പിക്കുള്ളിൽ അടയ്ക്കപ്പെട്ട ഭൂതങ്ങൾ. അതായത് കുപ്പി എന്ന് പറയുന്നത് നിങ്ങളുടെ ബോഡിയിൽ ഒളിഞ്ഞിരിക്കുന്ന ഭൂതങ്ങൾ എന്ന് പറയുന്ന നിങ്ങളുടെ സോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മാക്കൾ. ആ ആത്മാക്കൾക്ക് അല്ലെങ്കിൽ ആ ഒരു സോളിന് ഈ ഒരു സമയത്ത് ഓൾമോസ്റ്റ് അവേക്കനിങ് എല്ലാവരുടെ സോളും ഈ ഒരു സമയത്ത് അവേക്കനിങ് ആകും. അതുപോലെ തന്നെ നിങ്ങൾ ഭയങ്കരമായിട്ടും ജെന്യുവിനായിട്ട് നിൽക്കാൻ പോകുന്ന മാസ്ക് ഊരി നിങ്ങളായിട്ട് നിൽക്കുന്ന ടൈം തന്നെയാണ് ഈ ഒരു സമയം. അപ്പം ഈ ഒരു സമയം നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ റിലേറ്റഡ് ആവും. ലൈഫ് എബൌട്ട് കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് റിലേറ്റഡ് ആവും. അപ്പോൾ ഇതൊരു പൈലോ കാര്യങ്ങളൊന്നും വെക്കുന്നില്ല. ഇതൊരു ജനറലായിട്ടുള്ള ഒരു ഫുൾ ആയിട്ടുള്ള റീഡിംഗ് ആയിരിക്കും. ഈ ഒരു സമയത്ത് കൂടുതലും നിങ്ങളിലോട്ട് തന്നെ കോൺസെൻട്രേഷൻ ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക. ഇതൊരു എനർജി റീഡിങ്ങിൽ ഉപരി നിങ്ങളുടെ സോളിനെ നിങ്ങളടുത്ത് ഈ ഒരു സമയം പറയാനുണ്ടാകുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന സിറ്റുവേഷൻസ്, അതിനെ സംബന്ധിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള റീഡിംഗ് ആയിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് നോക്കാം, നിങ്ങളുടെ ശരീരത്തിൽ ഒളിഞ്ഞിരിക്കുന്ന നിങ്ങളുടെ ഭൂതങ്ങൾ, നിങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന നിങ്ങളുടെ സോൾ, ആ ഒരു ആത്മാവിന് നിങ്ങളടുത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ സമയത്ത് പറയേണ്ടത്. ഇൻറ്റ്യൂട്ടീവ്ലി കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക. ലിസൺ യുവർ ഇൻറ്റ്യൂഷൻ. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ മാത്രം ഈ ഒരു സമയത്ത് കൂടുതലും വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. ലിസൺ യുവർ ഇൻറ്റ്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ തേർഡ് ഐ അല്ലെങ്കിൽ നിങ്ങൾ ഈ സമയത്ത് നിങ്ങളോട്ട് മാത്രം ഫോക്കസ് ചെയ്തിരിക്കുക. ഒരു മെഡിറ്റേഷൻ മോഡിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഒരുപാട് നല്ലതാണ്. ഈ ഒരു സമയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു സോൾ ഒരുപാട് ഫെമിനൈൻ എനർജി ഉള്ള ഒരു നിഷ്കളങ്കമായിട്ടുള്ള ഒരു സോളായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഒരുപാട് കാരണങ്ങൾ കൊണ്ട്, ഒരുപാട് ഇൻസിഡൻറ്റ് കൊണ്ട്, ഒരുപാട് ലൈഫിൽ വന്ന തടസ്സങ്ങളും ഒരുപാട് പ്രശ്നങ്ങളും കാരണം വാല്യൂ ഇല്ലാത്ത ചില സ്ഥലങ്ങളിൽ നിന്നതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ പ്രണയം ആഗ്രഹിച്ച് അല്ലെങ്കിൽ ഒരുപാട് ഇഷ്ടം ആഗ്രഹിച്ച് പോയ സ്ഥലത്തുനിന്നൊക്കെ ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള ലോസ് സംഭവിച്ചതിൻ്റെ പേരിൽ ഒരുപാട് വിഷമിക്കുന്നുണ്ട് ഈ സോളും. ഒരുപാട് പെയിൻഫുൾ ആവുന്നുണ്ട്. ചെറിയ കാര്യങ്ങൾക്ക് പോലും ഭയങ്കരമായിട്ടും എന്താ പറയുക, പെയിൻഫുൾ ആവുന്നുണ്ട്. ഒരുപാട് ഇഷ്ടം ആഗ്രഹിക്കുന്ന, ഒരുപാട് കെയർ ചെയ്യുന്ന, ഒരുപാട് ഡിപ്പെൻഡഡ് ആവുന്ന ഒരു സോളായിട്ടാണ് കാണാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നിങ്ങളങ്ങനെ ആക്കി എടുത്തു എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ അങ്ങനെ ആയി. നമ്മൾ എന്താ പറയുക, ഈ സോള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ച് ഇതിനൊരു മാസ്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഈ ഒരു സോൾ നിങ്ങളുമായിട്ട് ഭയങ്കര ജെനുവിൻ ആയിട്ടാണ് നിൽക്കുന്നത്. എന്താ പറയുക, ഭയങ്കര ഡീപ്ലി കോണ്ടാക്റ്റ് ഉണ്ട് നിങ്ങളുമായിട്ട്. നിങ്ങളുടെ എല്ലാ ഇമോഷനിലും, നിങ്ങളുടെ എല്ലാ ഇൻസിഡൻറ്റിലും നിങ്ങളുടെ ഒപ്പം നിൽക്കുന്ന ഒരു സോളായിട്ടാണ് ഈ ഒരു സോളിനെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, മറ്റുള്ളവരെ ഇഷ്ടം നടിച്ചു കഴിഞ്ഞാലും, മറ്റുള്ളവർ ഭയങ്കരമായിട്ടും ഡീപ്ലി കോണ്ടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സോളിനെ സംബന്ധിച്ച് സോൾ പെട്ടെന്ന് വീഴും. കാരണം ആൾ ഭയങ്കര ജെന്യുവിൻ ആയിട്ടുള്ള സോളാണ്. ഫെമിനിൻ എനർജി ആയതുകൊണ്ട് തന്നെ ഒരുപാട് കെയറിങ്, ഒരുപാട് മദർലി എനർജി ഫീൽ ചെയ്യും. ഇതൊരാണാണെങ്കിൽ തന്നെയും നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളടുത്തുള്ളൊരു സ്നേഹം എങ്ങനെയാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത വേണ്ടപ്പെട്ടവരുടെ അടുത്ത്, ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് തോന്നുന്ന സ്നേഹം എന്താണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും അടുത്ത് നിൽക്കുന്ന ആൾക്കടുത്ത് തോന്നുന്ന സ്നേഹം എന്താണോ, അത് തന്നെയാണ് നിങ്ങൾ പ്യൂർലി എല്ലായിടത്തും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പ്യുവറായിട്ടുള്ളൊരു സോളാണ്, പ്യുവറായിട്ടുള്ളൊരു ജെനുവിലി മനസ്സിൽ നിന്നും ഹാർട്ടിൽ നിന്നും വരുന്ന ഫീലിങ്സ് തന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പലരിടത്തും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നിങ്ങളടുത്ത് തെറ്റ് ചെയ്യുന്നതും, നിങ്ങളടുത്ത് വൾഗറായിട്ട് നിൽക്കുന്ന ചില എനർജീസിൻ്റെ അടുത്ത് നിങ്ങൾ ഭയങ്കരമായിട്ടും വേറൊരു രീതിക്ക് നിൽക്കാറുണ്ട്. ഇവിടെ കാണുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഒരുപാട് പേര് ആഗ്രഹിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഒരുപാട് പേര് നിങ്ങളുടെ ലൈഫിലോട്ട് നിങ്ങളുടെ കഴിവ് കൊണ്ടായിരിക്കാം, നിങ്ങളുടെ സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം വരുന്ന സമയമാണ്. പക്ഷേ ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ട് ലോസ് ആയിട്ട് നിൽക്കുന്ന സമയമാണിത്. നിങ്ങളെ സംബന്ധിച്ച് പ്രണയം അല്ലെങ്കിൽ ഒരുപാട് ഇഷ്ടം വേണം, അല്ലെങ്കിൽ എനിക്കൊരുപാട് സ്നേഹം വേണം എന്ന് തോന്നുന്നൊരു സമയമാണിത്. ഒരുപാട്
നിങ്ങൾക്ക് ആ ഒരു പ്രണയം വേണം. നിങ്ങളത് എങ്ങനെയായാലും നിങ്ങൾ തട്ടിപ്പറിച്ചെങ്കിൽ നിങ്ങൾക്കത് വേടിക്കും. അല്ലെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടി ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. എനിക്ക് സ്നേഹം വേണം, എനിക്ക് സ്നേഹം വേണം. അതിനു വേണ്ടി വെമ്പുന്ന ഒരു തരം ആൾക്കാരായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഒരാളുടെ മനസ്സ് നിങ്ങളുടെ ലൈഫിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എത്രത്തോളം കെയർ ചെയ്യാൻ പറ്റും, നിങ്ങൾ എത്രത്തോളം അതിനെ പ്യൂരിറ്റി ആയിട്ട് നിർത്താൻ പറ്റുമോ, എത്രത്തോളം നിങ്ങൾ ഡിപ്പെൻഡായി ലോസ്റ്റായിട്ട് നിൽക്കാൻ പറ്റും, അതിനനുസരിച്ച് നിങ്ങൾ ലോസ്റ്റായിട്ട് നിൽക്കുന്ന ചില വ്യക്തികളായിട്ടാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ഭയങ്കരമായിട്ട് ഡിപ്പെൻഡ്. ഇപ്പം ബോയ്സ് ആണെങ്കിൽ പോലും എന്താ പറയുക, നിങ്ങൾ ഡിപ്പെൻഡ് ആവുന്നുണ്ട്, ഒരാളെടുത്ത് ചെന്ന് നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രണയത്തിൽ എത്തിപ്പെടുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങളടുത്തൊരു ജെനുവിൻ ആയിട്ടൊരു വ്യക്തി നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ റിയൽ ക്യാരക്ടറാണ് നിങ്ങളവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ റിയലായിട്ടുള്ള ആ ഒരു സോളിൻ്റെ പവറാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, ഒരുപാട് പേര് നിങ്ങളെ ജെനുവിൻ ആയിട്ട്, ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ലോ എനർജി ആണെങ്കിൽ പോലും നിങ്ങളുടെ ജെനുവിനിറ്റി നിങ്ങൾക്ക് വരേണ്ട സമയമാണ്. നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു സമയത്ത് ഒരുപാട് പേര് നിങ്ങളെ ആലോചിച്ച് വിഷമിക്കും. ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ആൾക്കാർ വരും. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ഓർമ്മകളും ഒരുപാട് ചിന്തകളും ഒരുപാട് സഡൻലി ഉള്ള മാറ്റം, ഒരു മൂഡ് സ്വിങ്സ് ക്യാരക്ടർ പോലെ സഡൻലി ഉണ്ടാകുന്ന ചേഞ്ച് നിങ്ങൾക്ക് ഈ സമയം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം എന്താ പറയുക, ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങൾ ഒരുപാട് വിഷമത്തിലാക്കിയതിന് ശേഷം പിന്നെ കുറച്ച് നേരം നിങ്ങൾക്ക് സന്തോഷം തരും. അതുപോലെ തന്നെ ചില കാര്യങ്ങൾ നിങ്ങൾ ആലോചിക്കപ്പെടും ഈ സമയത്ത് നിങ്ങൾ ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് പഴയ ഫ്രണ്ട്സ്, പഴയ സിറ്റുവേഷൻസ്, നിങ്ങളെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ചില കാര്യങ്ങൾ, അതുപോലെ തന്നെ നിങ്ങളുടെ പ്രണയമായിരിക്കാം, അതുപോലെ തന്നെ മാനസികപരമായിട്ടുള്ള സിറ്റുവേഷൻസ് ആയിരിക്കാം. ചില ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ വന്ന് നിങ്ങൾക്ക് മനസ്സ് തന്നിട്ട് പോയതിന് ശേഷം നിങ്ങൾ ഒരുപാട് പെയിൻ ആക്കി, ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരുപാട് ചിന്തിച്ച് നിങ്ങൾ വിഷമിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് രാത്രി കാലങ്ങളിലൊക്കെ ഉള്ള ചിന്തകൾ നിങ്ങൾ ഭയങ്കരമായിട്ടും ഫോഴ്സ് ചെയ്യപ്പെടും എങ്ങോട്ടെങ്കിലും പോകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ചില യാത്രകൾ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഫോഴ്സ് ചെയ്യുന്നൊരു സിറ്റുവേഷനിലായിട്ടും ചില ആൾക്കാരെ സംബന്ധിച്ച് ഈ സമയത്ത് കാണുന്നുണ്ട്. പല ഇൻസിഡൻറ്റിൽ നിന്ന് പല ഇഷ്യൂസ്, പല പ്രോബ്ലംസ് വന്ന് നിൽക്കുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിലും, അതായത് എവിടെ ചെന്നിട്ടും ആ ഒരു സ്ഥലത്ത് നിന്ന് നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് ഇഷ്യൂസും ആയി, പല ആൾക്കാരിൽ നിന്നും അടിച്ചമർത്തലും എല്ലാം കിട്ടി ഒഴിവാക്കപ്പെടലും അവഗണനയും കിട്ടിയതിന് ശേഷം ഉണ്ടാവുന്നൊരു ഫീലിങ്സ് ഉണ്ട് നിങ്ങൾക്ക്. ഇവിടെ എല്ലാം സീരിയസ്ലി പറയുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഇതെല്ലാം നിങ്ങളുടെ സോള് വ്യക്തമായിട്ടുള്ള പ്യൂരിറ്റി ആയിട്ടിരുന്ന് കാണാൻ പറ്റുന്നുണ്ടല്ലേ, വ്യക്തമായിട്ട് നിങ്ങളെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ ഇവിടെ റിയലൈസേഷൻ ചെയ്യുന്ന നിങ്ങളുടെ സോള് നിങ്ങളുടെ, അല്ലെങ്കിൽ ആ ഒരു കൂട്ടിലടയ്ക്കപ്പെട്ട ആ ഒരു ഭൂതം നിങ്ങളുടെ അടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ട് നിങ്ങൾക്ക് എല്ലാം ചെയ്തു തരുന്ന ആ ഒരു ഗാർഡിയൻ ഏഞ്ചലിനെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന സോളിനെ നിങ്ങൾക്ക് റിയലൈസ് ചെയ്യാൻ പറ്റുന്നില്ല, അവേക്കനിങ് ആയിട്ട് പോലും, അല്ലെങ്കിൽ കുറേയധികം കാര്യങ്ങൾ പഠിച്ചിട്ട് പോലും നിങ്ങൾക്ക് എന്തുകൊണ്ട് ആ ഒരു എനർജി, ആ ഒരു മനസ്സിനെ കാണാൻ പറ്റുന്നില്ല, നിങ്ങളുടെ സോളിൻ്റെ മനസ്സിനെ നിങ്ങൾക്ക് എന്തുകൊണ്ട് കാണാൻ പറ്റുന്നില്ല, എന്തുകൊണ്ട് ചില സിറ്റുവേഷനിൽ നിങ്ങളിങ്ങനെ ഫുള്ളാക്കപ്പെടുന്നു, ചില സിറ്റുവേഷനിൽ നിങ്ങൾ ഭയങ്കര ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ നിങ്ങൾ വിഷമിച്ച് നിൽക്കുന്നു. ഈവൻ കരിയർ ആയാലും റിലേഷൻഷിപ്പ് ആയാലും എന്ത് സിറ്റുവേഷനിലായാലും ഉള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇവിടെ കാണുന്നത് ഫുൾ പ്രണയമാണ്. സ്നേഹം വേണം, സ്നേഹത്തിന് വേണ്ടി വെമ്പുന്ന ഒരുപാട് സോളുകളാണ് ഇവിടെ. ഈ സമയം അത് തന്നെയാണ് പെയിൻ കാണിക്കുന്നത്. ഈ ഒരു എനർജിക്ക് അനുസരിച്ച് നിങ്ങൾ നിൽക്കുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. എന്തൊക്കെയോ കാര്യങ്ങൾ ആലോചിച്ചിട്ട്, എന്തൊക്കെയോ കാര്യങ്ങൾ ചിന്തിച്ചതിന് ശേഷം ഒരുപാട് അത് തന്നെ മനസ്സിലിട്ടിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ചില സിറ്റുവേഷനിലായിട്ട് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നു. അല്ലെങ്കിൽ എന്തൊക്കെയോ നഷ്ടപ്രണയം, അല്ലെങ്കിൽ എന്തൊക്കെയോ എനിക്കതില്ല എന്നതിൻ്റെ പേരിൽ വിഷമിച്ച് നിൽക്കുന്നു എനിക്ക് എന്താ പറയുക, എനിക്ക് അത്രയും ഡാർക്കായിട്ട് കിട്ടുന്ന എനർജീസ് ഇവിടെ ഉണ്ട്. ഡാർക്കായിട്ട് കിട്ടുന്നതെന്ന് പറയുമ്പോഴത്തേക്കും അത്രയും പ്യൂറായിട്ട് നിന്നിട്ട് ലൈഫിൻ്റെ ഒരു ടൈം തന്നെ ഭയങ്കരമായിട്ടും വേസ്റ്റായി പോയൊരു സിറ്റുവേഷനിൽ നിങ്ങൾ അലന്നു പോയിട്ടുണ്ട് എന്നുള്ളതാണ് ചില ആൾക്കാരെ സംബന്ധിച്ച് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ കാണാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ഒരുപാട് പേർക്ക് ഈ പറയുന്ന ഡാർക്ക് നൈറ്റോ സോളും കാര്യങ്ങളും ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് റിയലൈസ് ആകുന്നില്ല എന്നുള്ളതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങൾ സത്യം പറഞ്ഞാൽ നിങ്ങൾ വെറുതെയാണ് വിഷമിച്ചിരിക്കുന്നത്. ചില കാര്യങ്ങൾക്ക് ചില സിറ്റുവേഷനിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ സോളിന്, അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മാവിന്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കാരണവും ഇല്ലാണ്ട് വിഷമിച്ചിരിക്കുന്ന ചില സിറ്റുവേഷൻസ്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളവിടെ വിഷമിക്കേണ്ട ആവശ്യം സത്യം പറഞ്ഞാൽ അവിടെ ഇല്ല എന്നുള്ള കാര്യത്തിൽ വിഷമിച്ചിരിക്കുന്നു. ഒരാൾ
ഒരു കാര്യവും ഇല്ലാത്തൊരു കാര്യത്തിന് എന്തിനാണ് വിഷമിക്കുന്നത്? ഒരു കാരണവും ഇല്ല. കാരണങ്ങളൊന്നുമില്ല. വിഷമിക്കാൻ വേണ്ടി ഒരു കാരണവുമില്ല. പക്ഷേ ചുമ്മാ ഇരുന്ന് വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെന്തിനാണ് ചുമ്മാ ഇരുന്ന് ഇങ്ങനെ വിഷമിക്കുന്നത്? ഒരു കാരണവും ഇല്ലാണ്ട് ഒരാൾ ചുമ്മാ ഇരുന്ന് കരയുക എന്ന് പറയുന്നത് അത് നിങ്ങളുടെ സോളിനെ പഠിപ്പിച്ചാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ സോളിനെ നിങ്ങളുടെ ബ്രെയിനെ നിങ്ങൾ പഠിപ്പിച്ച് വെച്ചിരിക്കുന്ന സിറ്റുവേഷനിലാണോ അങ്ങനെ ചെയ്യുന്നത്? അല്ലെങ്കിൽ ചെറിയൊരു ഇമോഷൻ ലോസ് ആവുന്ന പേരിൽ ഒരുപാട് ഇരുന്ന് വിഷമിക്കേണ്ട ആവശ്യമുണ്ടോ? ചെറിയൊരു ഇൻസിഡൻറ്റ് ഉണ്ടാവുന്നതിൻ്റെ പേരിൽ ഒരുപാട് കിടന്നിങ്ങനെ വിഷമിക്കേണ്ട ആവശ്യമുണ്ടോ? ഒരു കാരണവും ഇല്ലാണ്ട് ഒരാൾ ചുമ്മാ കിടന്ന് വിഷമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സീനാണ്. അപ്പം ഇവിടെ കാണുന്നൊരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ചില ആൾക്കാർ ഒരുപാട് ചിന്തിക്കുന്നുണ്ട്, കാട് കയറി ചിന്തിക്കുന്നുണ്ട്. കാട് കയറി എന്തിനാണ് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുന്നത്? ഒരുപാട് ആങ്സൈറ്റി ആവുന്നുണ്ട്, ഒരുപാട് ഡിപ്രഷൻ, ഒരുപാട് സ്ട്രെസ്സ് സിറ്റുവേഷനിലാവും നിങ്ങൾ പോകുന്നുണ്ട്. ചില ആൾക്കാരെ സംബന്ധിച്ച് ഒരുപാട് സ്ട്രെസ്സ് സിറ്റുവേഷനിലായിട്ട് പോകുന്ന ഒരു ഡാർക്ക് നൈറ്റ് സോൾ. നിങ്ങൾക്ക് വീട് പോലും നിങ്ങൾ വീട്ടിലിരിക്കുന്ന സ്ഥലം പോലും നിങ്ങൾക്ക് സ്ഥലകാല ബോധമില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. സ്ഥലകാല ബോധമില്ല എന്ന് പറയുന്നത് ഒരു വണ്ടി പോകുന്ന സമയത്ത് നിങ്ങൾ പ്രാക്ടിക്കൽ മൈൻഡിലല്ല ചില ആൾക്കാർ ചിന്തിക്കുന്നത്. നിങ്ങൾ എന്തൊക്കെയോ ചിന്തകൾ ഇരുന്നതിന് ശേഷം ഇറങ്ങാനുള്ള സ്ഥലം പോലും നിങ്ങൾ മറന്നു പോകുന്നുണ്ട്. അങ്ങനത്തുള്ള സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പുറമേ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ റിയാലിറ്റി എന്തുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല, എന്തുകൊണ്ടൊരു നെഗറ്റീവ് ലൂപ്പിൽ മാത്രം നിങ്ങൾ നിൽക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു സോൾ ഇപ്പം നിങ്ങളടുത്ത് ചോദിക്കുന്നത്. അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ പറയുന്നത് നിങ്ങളുടെ എനർജി, നിങ്ങളുടെ വീട്, നിങ്ങളുടെ റൂം, ഇതെല്ലാം ഇതൊരു ഒരു ഒരു നിങ്ങളുടെ കരിയർ പോലും നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ ആങ്സൈറ്റി, ഡിപ്രഷൻ മൂലം നിങ്ങൾ ആ ഒരു ഫാമിലി തന്നെ അങ്ങനെ ആക്കി മാറ്റി. ചില ആൾക്കാരെ സംബന്ധിച്ച് എന്തുകൊണ്ട് നിങ്ങൾ ഇതിൽ നിന്ന് ഇറങ്ങുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഇറങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഒരു റിലേഷൻ അല്ലെങ്കിൽ ഒരു കരിയർ ബേസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങാൻ പറ്റണം. ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് ഒരുപാട് സ്പിരിച്വൽ ജേണിയിൽ പോയതിന് ശേഷം ഒരുപാട് കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങളുടെ ലൈഫിൽ വരും. സാഹചര്യങ്ങൾക്കനുസരിച്ച് സിറ്റുവേഷൻസ് മാറും. സാഹചര്യങ്ങൾക്കനുസരിച്ച് സിറ്റുവേഷൻ മാറുന്നുണ്ടെങ്കിലും നിങ്ങളുടെ മൈൻഡിന് നിങ്ങൾക്ക് പറഞ്ഞ് പഠിപ്പിക്കാനുള്ള ആ ഒരു ടെൻഡൻസി അല്ലെങ്കിൽ ആ ഒരു കഴിവ് നിങ്ങൾക്ക് വേണം എന്നുള്ളതാണ് കാണാൻ. അല്ലാതെ പോയതിൻ്റെ പേരിൽ നിങ്ങൾ ഒരുപാട് വിഷമിച്ചിരിക്കുന്നുണ്ട്. ചില ഇൻസിഡൻറ്റ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ ആ ഒരു ലൂപ്പിൽ തന്നെയാണ് ഇപ്പോഴും നിങ്ങൾ സ്റ്റിൽ കണ്ടിന്യൂ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ആ ഒരു കുട്ടിത്തം മാറിയിട്ടില്ല, അല്ലെങ്കിൽ ഇപ്പോഴും ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് മാറിയിട്ടില്ല. അവിടെ തന്നെയാണ് നിൽക്കുന്നത്. അത് എന്തുകൊണ്ടാണ് അവിടെ അങ്ങനെ നിൽക്കുന്നത്? അത് തന്നെയാണ് ചിന്ത, അത് തന്നെയാണ് കരിയർ പോകുന്നുണ്ട്, അതിൻ്റെ പേരിൽ സമയം ഒരുപാട് വേസ്റ്റ് ആവുന്നുണ്ട്, സിറ്റുവേഷൻസ് ഒരുപാട് ഡാർക്ക് ആവുന്നുണ്ട്. അങ്ങനെ നിൽക്കുന്ന സിറ്റുവേഷനിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ആ ഒരു ഡാർക്ക് നൈറ്റ് സോളിൽ തന്നെ പിന്നെയും നിൽക്കുന്നത് എന്നുള്ളതായിട്ടാണ് ചില ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ ഒരുപാട് കാഴ്ചകളും, നിങ്ങൾക്ക് നിങ്ങളുടെ സോളിനെ അല്ലെങ്കിൽ എന്താ കുപ്പിക്കുള്ളിലെ ഭൂതത്തിനെ നിങ്ങൾക്ക് പുറം ലോകം കാണിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അതെന്തുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതായിട്ടാണ് ഈ ഒരു സമയം ഇവിടെ കാണാൻ പറ്റുന്നത്. കാരണം എല്ലാവർക്കും വേണ്ടിയിട്ടും എല്ലാവരുടെ സോളും വർക്ക് ചെയ്യും. അങ്ങനെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അത് ലിസൺ യുവർ ഇൻറ്റ്യൂഷൻ. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ മാത്രം നിങ്ങൾ കൂടുതൽ ട്രസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇൻറ്റ്യൂഷൻസിനെ നോക്കൂ, അല്ലെങ്കിൽ നിങ്ങളോട് കൂടുതലും ഫോക്കസ് ആവാൻ വേണ്ടി നോക്കൂ. യോഗ, മെഡിറ്റേഷൻ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ആങ്സൈറ്റി സിറ്റുവേഷൻസ് അങ്ങനത്തുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരുപാട് മാറി കിട്ടും. ഞാൻ ഈ പറയുന്ന സിറ്റുവേഷൻസിൽ പെടുന്ന ആൾക്കാർ എനിക്കിവിടെ ആ എനർജി കിട്ടുന്നുണ്ട് ഭയങ്കരമായിട്ട്. അപ്പം നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ ചിന്തിച്ച് നീക്കാൻ വേണ്ടി നോക്കരുത്. നിങ്ങളുടെ സോൾ ഇവിടെ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ചില കാര്യങ്ങൾ വിധി എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പോകേണ്ട വഴികളാണ് എന്ന് ചില വഴികളുണ്ട്, ഇല്ലെന്ന് പറഞ്ഞാൽ ചില സിറ്റുവേഷൻ ചില ടൈം അങ്ങനെ ആണ്. പക്ഷേ എപ്പോഴും നിങ്ങൾ ആ ഒരു തീരുമാനം മാത്രം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകരുത്. നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത ഒരുപാട്, നമ്മളെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തതും നമ്മുടെ ജേണി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഭൂമിക്ക് പുറമേ വേറൊരു ഭൂമിയുണ്ട്. ഈ ഭൂമിക്ക് പുറമേ വേറൊരു ലോകം തന്നെയുണ്ട്. അതായത് ഈ ഭൂമിയിൽ തന്നെ വേറൊരു ലോകമുണ്ട് നമുക്ക് കാണാൻ പറ്റാത്ത. പല ഡയമെൻഷനുള്ള ആൾക്കാരാണ്. നിങ്ങൾക്കിപ്പം അമീബേനെ കാണാൻ പറ്റണമെന്ന് ഉണ്ടോ? നിങ്ങൾക്ക് കണ്ണുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? ഒരിക്കലും കാണാൻ പറ്റത്തില്ല. നമുക്ക് കാണാൻ പറ്റാത്ത കുറേയധികം കാഴ്ചകൾ ഈ ഭൂമിയിൽ തന്നെ ഉണ്ട്. എന്താണ് നമ്മളൊരു എന്താ പറയുക, മൈക്രോസ്കോപ്പ് കൊണ്ട് നോക്കുന്ന കാഴ്ചകൾ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല. അതിന് മേലുള്ള ആൾക്കാർ ഇവിടെ തന്നെ ഉണ്ട് നമ്മുടെ കൂടെ, അല്ലെങ്കിൽ 4th ഡയമെൻഷൻ 5th ഡയമെൻഷനിലുള്ള ആൾക്കാരുണ്ട്. എന്താ പറയുക, നമുക്ക് അതിനെ കാണാൻ പറ്റത്തില്ല. ചില ഇൻസിഡൻറ്റ് നമുക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പം ഈ സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് വേറൊരു ലോകമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഭൂമിയിൽ തന്നെ അടുത്തൊരു ഡയമെൻഷൻ വേൾഡ് ഉണ്ട്. അതിലോട്ട് കടക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ ആൾക്കാരും ശ്രമിക്കുക. ചെറിയ ലൂപ്പിൽ നിന്നുകൊണ്ട് നിങ്ങൾക്കൊന്നും സാധിക്കാൻ പറ്റത്തില്ല. വലിയ ലൂപ്പുകളിൽ നിന്ന് മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും സാധിക്കാൻ പറ്റൂ. അതായത്
നിങ്ങളുടെ അംബീഷൻ, അതായത് നിങ്ങളുടെ ആഗ്രഹങ്ങളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ആഗ്രഹങ്ങൾ എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് ആഗ്രഹങ്ങളിലോട്ട് ഫോക്കസ് ചെയ്ത് അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഈ ഒരു ഡാർക്ക് നൈറ്റ് ഓഫ് സോളിൽ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും കാണാൻ പറ്റത്തില്ല. ഒരു ഡാർക്ക് നൈറ്റ് ഓഫ് സോളിൽ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചില തീരുമാനങ്ങളും ചില ഡിസിഷൻസ് നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പോകും എന്നുള്ളതായിട്ടാണ് ഈ സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. ചില ആൾക്കാരെ സംബന്ധിച്ച് ഇരുട്ടിലേ വാഴ്ത്തവൻ എന്ന് പറയില്ലേ, ഇരുട്ടിലേ ഞാൻ നിൽക്കുകയാണ്. ആ ഇരുട്ടിൽ എന്തിനാണ് നിൽക്കുന്നത്? ആ ഇരുട്ടിൽ നിന്നുകൊണ്ട് വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറുതിലേ ഉണ്ടെന്ന ചില ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളെ കുറ്റം പറയാൻ പറ്റത്തില്ല. നിങ്ങൾ വളർന്നുന്ന സാഹചര്യം, നിങ്ങളുടെ വീട്ടുകാർ പഠിപ്പിച്ച സിറ്റുവേഷൻസ്, അതുപോലെ തന്നെ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് ട്രോമാസ്, ഇതിൽ നിന്നുണ്ടായിരുന്ന കുറേയധികം പെയിൻസ് ഉണ്ട് നിങ്ങൾക്ക്. ഈവൻ നിങ്ങളുടെ ഫാമിലി പരമായിട്ട് കുടുംബപരമായിട്ട് ഉണ്ടാവുന്ന ചില ഇൻസിഡൻറ്റ് നിങ്ങൾ കണ്ട്, അല്ലെങ്കിൽ ഒരു ട്രോമാപരമായിട്ടുള്ള ചെറുതിലേ നിങ്ങൾ കുറേയധികം ഇൻസിഡൻറ്റ് കണ്ട് വളർന്നത് കൊണ്ട് അത് നിങ്ങളുടെ ബ്രെയിനിൽ കയറി അത് തന്നെയാണ് ഇപ്പോഴും നിങ്ങൾ സ്റ്റിൽ കണ്ടിന്യൂ ആയിട്ട് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് പൊക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അത് നടക്കുമോ, അതെൻ്റെ ലൈഫിൽ നടക്കുമോ, അങ്ങനെ എൻ്റെ ലൈഫിൽ നടക്കുമോ എന്നുള്ളൊരു തോന്നൽ, അല്ലെങ്കിൽ ചില നഷ്ടങ്ങൾ, ചില പെയിനുകൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ ഡാർക്ക് നൈറ്റ് കൊണ്ട് നിർത്തി എന്നുള്ളതാണ്. അതിൽ നിന്നും ചില ആൾക്കാർ ഇന്നും കര കയറിയിട്ടില്ല എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. പക്ഷേ നിങ്ങളെന്തുകൊണ്ടാണ് അതിൽ നിന്നും കര കയറാൻ പറ്റാത്ത നിൽക്കുന്നത്? എല്ലാവരും ഹ്യൂമൻ ബീങ്സാണ്. അതിൽ നിന്നും നിങ്ങൾ കര കയറാൻ തന്നെ വേണം. നിങ്ങൾ അതിൽ നിന്നും കര കയറണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഉന്നതമായിട്ടുള്ള ഒരു ജീവിതശൈലി, അല്ലെങ്കിൽ ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. അതായത് ഞാൻ പറയുന്നത്, നിങ്ങൾ കോടികൾ ഉണ്ടാക്കണം, നിങ്ങൾ സമ്പാദിക്കണം, അല്ലെങ്കിൽ വലിയ രീതിക്കുള്ള അന്നൊന്നുമല്ല. നിങ്ങൾക്ക് മനസ്സമാധാനം കിട്ടി, നിങ്ങൾക്കൊരു ഹാപ്പിനെസ്, നിങ്ങൾക്കും നിങ്ങളുടെ സോളിനും ഈ ഒരു ഭൂമിയിൽ നന്നായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാം നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് ഇവിടെ എടുക്കണം. നിങ്ങൾക്കും നിങ്ങളുടെ സോളിനും. അല്ലാതെ കുപ്പിക്കകത്ത് കിടക്കുന്ന ഭൂതത്തിനെ വെളിയിലിറക്കി നിങ്ങൾക്ക് കാണാൻ പറ്റണം. അതിന് കുറേ കഴിവുകളുണ്ട്. ആ കഴിവുകൾ നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി നിങ്ങൾക്കത് അറിയാൻ പറ്റണം. അതിൻ്റെ തീരുമാനങ്ങൾക്കും അതിൻ്റെ കർമ്മയ്ക്കും അതിൻ്റെ ജഡ്ജ്മെൻറ്റിനും അതിൻ്റെ വാക്കും നിങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പവർ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലിസൺ യുവർ ഇൻറ്റ്യൂഷൻ. നിങ്ങളിലോട്ട് മാത്രം ഫോക്കസ് ചെയ്യുക, വേറൊരു മനുഷ്യനിലോട്ട് അത് നിരന്തരമായിട്ടുള്ള നിങ്ങളെ പരിശീലനം മൂലം നിങ്ങൾക്ക് അതിലോട്ട് എത്തിപ്പെടാൻ പറ്റും. ഫോക്കസ് ശ്രദ്ധ എന്ന് പറയുന്ന സാധനം, അത് മാത്രമാണ് ഈ ലോകത്ത് ഏറ്റവും വലിയ ഫോക്കസ് എന്ന് പറയുന്നത്. ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞാൽ ശ്രദ്ധ തന്നെയാണ്. ആ ശ്രദ്ധ എന്ന് പറയുന്ന സാധനം നിങ്ങളോട്ട് മാത്രം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതന്ത്രിയമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് നേടാൻ പറ്റും. മറ്റുള്ള ചിന്തകൾ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റും. നിങ്ങളിലോട്ട് മാത്രം ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ ഇന്നർ വോയിസ്, നിങ്ങളുടെ സോള്, നിങ്ങളുടെ അടുത്ത് കൂടുതൽ സംസാരിച്ച് നിങ്ങൾക്ക് പോകാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് സമ്പാദിക്കാൻ പറ്റും. ഒരുപാട് സമ്പാദ്യം എല്ലാം നിങ്ങൾക്കുണ്ടാവും എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. ഇവിടെ കാണുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ഈ ഒരു സമയം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നത് നിങ്ങളുടെ ഈ ഒരു ഒരാഴ്ച, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് യൂണിവേഴ്സിൽ നിങ്ങളെ ഒരുപാട് കൺട്രോൾ ചെയ്യാൻ വേണ്ടി സമയം ശ്രമിക്കും. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഗൈഡൻസ്, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് നിങ്ങളെ സഹായിക്കും. നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഭയങ്കരമായിട്ടും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ അധികം ആൾക്കാർ നിങ്ങളുടെ ലൈഫിലോട്ട് വരാൻ വേണ്ടി തുടങ്ങും. ഈ സമയത്ത് നിങ്ങളുടെ സോൾമേറ്റ് കണക്ഷൻസ്, നിങ്ങൾ ഡൗൺ ആയിട്ട് നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എനർജി തരാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ, നിങ്ങളുടെ ജെനുവിൻ ആയിട്ടുള്ള സോളിൻ്റെ വാല്യൂ മനസ്സിലാക്കി നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് എനർജി സ്പ്രെഡ് ചെയ്ത് തരും യൂണിവേഴ്സ്. അതുപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള ചില ഇൻസിഡൻറ്റ്, നെഗറ്റീവായിട്ടുള്ള ചില സംഭവങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറിയതിന് ശേഷം നിങ്ങൾക്ക് ഓരോരോ ആഗ്രഹങ്ങളുണ്ടാവും. ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത്, ഇപ്പം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് പുതുതായിട്ട് എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സാധിക്കാൻ പറ്റും. നിങ്ങൾ പെട്ടെന്ന് സഡൻലി നിങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടാവണം, അത് പഠിക്കണം. അല്ലെങ്കിൽ സഡൻലി നിങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടാവണം, ആ കാര്യം ചെയ്യണം. അല്ലെങ്കിൽ സഡൻലി നിങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടാവണം, നിങ്ങൾക്കൊരു പ്രണയം വേണം. അല്ലെങ്കിൽ സഡൻലി ഉണ്ടാവുന്ന ചില ഇൻസിഡൻറ്റ് നിങ്ങളുടെ ലൈഫിലുണ്ട്. ആരെങ്കിലും സംസാരിക്കുന്നത് വഴി നിങ്ങൾക്ക് ഒരു തുമ്പ് കിട്ടിയിട്ട് അതിൽ പിടിച്ച് നിങ്ങൾ കയറി അതിനെക്കുറിച്ച് അന്വേഷിച്ച് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ടെൻഡൻസി, പുതിയ എന്താ പറയുക, ലാംഗ്വേജ് പഠിക്കുകയായിരിക്കാം, നിങ്ങളുടെ ഹെയർ സ്റ്റൈൽ മാറ്റുന്നതായിരിക്കാം, നിങ്ങളുടെ ടോട്ടൽ ആകാരപടിമം എല്ലാം ഈ സമയത്ത് മാറിയിരിക്കും. നിങ്ങളുടെ ഡ്രസ്സിങ് രീതി, നിങ്ങളുടെ അംബീഷൻസ്, നിങ്ങളുടെ ഹാപ്പിനെസ്, ഇതിനെല്ലാത്തിനും ഒരു അടുക്കും ചിട്ടും, അല്ലെങ്കിൽ ഇതെല്ലാം ഈ ഒരു സമയത്ത് മാറും എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്.
ഈവൻ നിങ്ങൾ കുറച്ചും കൂടെയൊക്കെ ബ്രില്യൻ്റ് ആവാൻ തുടങ്ങും, കുറച്ചും കൂടെയൊക്കെ എഫേർട്ട് ഇടാൻ തുടങ്ങും. ചില കാര്യങ്ങൾക്ക് നിങ്ങൾ എഫേർട്ട് ഇടാൻ തുടങ്ങും. നിങ്ങൾ മാറാൻ വേണ്ടി തുടങ്ങും. ഈ സമയത്ത് ഒരുപാട് മാറ്റം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങും. നെഗറ്റീവായിട്ടുള്ള ചില ചിന്തകളും കാര്യങ്ങളും നിങ്ങൾ റിയലൈസേഷൻ ചെയ്തത് എനിക്ക് ശരിയല്ല, നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ഫോക്കസ് ഉണ്ടാവും നിങ്ങളെ സംബന്ധിച്ച്. ഇന്നർ ചൈൽഡ് ട്രോമാസ് ഈ സമയത്ത് നിങ്ങൾ മാറ്റാൻ വേണ്ടി തുടങ്ങും. നിങ്ങളുടെ ചെറിയ ആ ഒരു നിങ്ങൾക്ക് ലൈഫിൽ എന്തോ ഒരു സാധനം നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കൊച്ചിലെ ഉണ്ടാവുന്ന ചില സ്വഭാവങ്ങളും കൊച്ചിലെ ഉണ്ടാവുന്ന ചില രീതികളും ഉണ്ടാവുന്നുണ്ട്. അത് നിങ്ങൾ ഇതുവരെ റിയലൈസ് ചെയ്ത് കാണത്തില്ല. പക്ഷേ അത് നിങ്ങൾ റിയലൈസേഷൻ ചെയ്ത് നിങ്ങളെ തന്നെ നിങ്ങൾ കൂടുതലും റെസ്പെക്റ്റ് ചെയ്യും, ബഹുമാനിക്കും എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. അപ്രീസിയേഷൻ ചെയ്യും നിങ്ങളെ തന്നെ കൂടുതലും. അതുപോലെ തന്നെ ഒരു ബഹുമാനം, നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഒരു റെസ്പെക്റ്റ് ഉണ്ടാവുന്നൊരു സമയം. നിങ്ങളുടെ എന്തെങ്കിലും കഴിവുകളായിരിക്കും, അല്ലെങ്കിൽ ബാക്കിയുള്ളവർ നിങ്ങളെ പുകഴ്ത്തി പറയാൻ വേണ്ടി തുടങ്ങും. ഈ സമയത്ത് നിങ്ങൾ എന്തെങ്കിലും ചെറിയൊരു ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ ചെറിയൊരു സംഭവം അവർ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് അങ്ങനത്തെ ഉള്ളൊരു വാല്യൂ നിങ്ങൾക്ക് തരാൻ വേണ്ടി തുടങ്ങുന്നൊരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈ സമയം നിങ്ങളുടെ ലൈഫിൽ വരുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഈ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഒരുപാട് ജീവികളെയും ഒരുപാട് സംഭവങ്ങളും ഒരുപാട് ഇൻസിഡൻറ്റ് നിങ്ങൾ ഇതിന് മുന്നേ വരെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ അങ്ങനത്തെ ഉള്ളൊരു ഇൻസിഡൻറ്റ് നിങ്ങൾക്കുണ്ടാവും. നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നിന്നും ഇപ്പോൾ ഒരു മഴ പെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇതൊരു നേരിട്ട് റെയിൻബോ കണ്ടിട്ടില്ല, നിങ്ങൾ നേരിട്ട് റെയിൻബോ കാണും. ഒരു മഴ പെയ്യുന്ന സമയത്ത് എന്താണ്, നിങ്ങൾക്ക് ഒരുപാട് ഫീലിങ്സ് ഉണ്ടാകും. ഈ സമയത്ത് നിങ്ങൾക്ക് പ്രകൃതിയിൽ നിന്നും നിങ്ങൾക്ക് ഒരുപാട്, ഈ സമയത്ത് നിങ്ങൾ പ്രകൃതി ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഈ സമയത്ത് പ്രകൃതി നിങ്ങളെ കുളിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ അഴുക്കും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് മാറ്റിത്തരാൻ വേണ്ടി പ്രകൃതി ഒരുപാട് നിങ്ങളെ സഹായിക്കുന്നുണ്ട്. അപ്പം ഈ സമയം നിങ്ങളുടെ സോള് വ്യക്തമായിട്ട് നിങ്ങളുടെ സോൾ ഈ സമയത്ത് അവേക്കനിങ് ആയിരിക്കും. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഇൻസിഡൻറ്റും നിങ്ങൾക്ക് പറഞ്ഞു, നിങ്ങളുടെ ലൈഫിൽ വരേണ്ട ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ വരും. ഈ സമയത്ത് നിങ്ങൾ എത്തിപ്പെടേണ്ട സിറ്റുവേഷൻ നിങ്ങൾ എത്തിപ്പെടും. അറിയേണ്ട കാര്യങ്ങൾ നിങ്ങൾ ഈ സമയത്ത് അറിയും. നിങ്ങൾ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള നിങ്ങളുടെ കഴിവ്, നിങ്ങളുടെ പഴയ കർമാസ് പറയാനായിട്ടുള്ള സിറ്റുവേഷൻസ്, നിങ്ങളുടെ ഡാർക്ക് നൈറ്റ് സോള്, ഇതിലെല്ലാം തലയിടും നിങ്ങളുടെ സോൾ ഈ സമയത്ത് പക്ക അവേക്കനിങ് ആയിരിക്കും. ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷമുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്കത് ഭയങ്കരമായിട്ടും ഫീൽ ചെയ്യുകയും ചെയ്യും. നമ്പർ 1 ഞാൻ പറയുന്നത്, ദ ഹോൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ടൈമാണ്. ഈ ടൈം എന്ന് പറയുന്നത് ഭയങ്കര ഫീലിങ്സ് ഉള്ള ടൈമാണ്. എല്ലാ ഫീലിങ്സും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ ഈ സമയത്ത് എന്താണോ ചെയ്യുന്നത് അതിനനുസരിച്ച് നിങ്ങളുടെ ഫീലിങ്സ് മാറും. നിങ്ങൾക്ക് ഓരോന്നും ആസ്വദിക്കാൻ പറ്റും, ഓരോന്നും നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഈവൻ ഒരു വ്യക്തിയുടെ സംസാരിക്കുന്ന സമയം പോലും നിങ്ങൾക്ക് ആ വ്യക്തി ജെന്യുവിൻ ആണോ സിൻസിയർ ആണോ എന്നറിയാൻ പറ്റുന്ന വ്യക്തമായിട്ട് മൈൻഡ് ഷാർപ്പുള്ള സമയമാണ്. സോൾ പക്ക അവേക്കനിങ് ആയിരിക്കും. ഈ സമയത്ത് നിങ്ങളുടെ ഉള്ളിലേക്ക് കയറുന്ന ആ ഒരു ഭൂതം എന്ന് പറയുന്നത്, നിങ്ങളുടെ സോൾ എന്ന് പറയുന്നത് നിങ്ങളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ട് നിങ്ങൾക്ക് ഒരുപാട് മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ പറ്റുന്ന, നിങ്ങൾക്ക് ഒരുപാട് ഇനി വരാൻ പോകുന്ന ഫുൾ മൂൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ കരിയറിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ലീഡർഷിപ്പ് ക്വാളിറ്റി, ഫെയിം, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾ എന്ന് പറയുന്ന ഒരു ഇൻഡിവിജ്വലിനെ, അല്ലെങ്കിൽ നിങ്ങൾ എന്ന് പറയുന്ന ഒരു സോളിനെ നിങ്ങളാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഒരുപാട് ഘടകങ്ങളും ഒരുപാട് സിറ്റുവേഷൻസും ഒരുപാട് സംഭവങ്ങളും നിങ്ങളുടെ ലൈഫിലോട്ട് കൊണ്ടുതരുന്നൊരു സമയമാണ്. ഈവൻ നിങ്ങളുടെ മാരേജ് ടൈം ആയിരിക്കാം ഈ സമയം. നിങ്ങൾക്ക് മാരേജ് ചെയ്യാൻ പറ്റുന്നൊരു ടൈമായിട്ടാണ് കാണാൻ പറ്റുന്നത് ഈ ടൈം. അതുപോലെ തന്നെ പുതിയ റിലേഷൻഷിപ്പ്, പുതിയ കരിയർ, പുതിയ ഫ്യൂച്ചർ, നിങ്ങളുടെ നെഗറ്റീവായിട്ടുള്ള കർമ്മയും കാര്യങ്ങളും എല്ലാം ക്ലെൻസ് ചെയ്ത് നിങ്ങൾക്ക് പുതിയൊരു ട്രാൻസ്ഫർമേഷൻ, പുതിയൊരു അവേക്കനിങ്ങിലൂടെ കടന്നു പോകാൻ പറ്റിയൊരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഇതുവരെ നിങ്ങളുടെ ലൈഫിൽ നടന്ന ഇൻസിഡൻറ്റും സിറ്റുവേഷൻസും പ്രോബ്ലംസും എല്ലാം മാറിയതിന് ശേഷം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ശബ്ദമുയർത്തി നിങ്ങൾ ചോദിക്കേണ്ട സമയമാണ് ഇത്. യൂണിവേഴ്സലിൻ്റെ അടുത്ത് നിങ്ങളത് ചോദിക്കുക തന്നെ ചെയ്യും, നിങ്ങളത് ചോദിച്ച് വാങ്ങുക തന്നെ ചെയ്യും എന്നുള്ളതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഈ സമയം എന്ന് പറയുന്നത് നിങ്ങളുടെ ആകാരവടിവ് അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻസ് ഒക്കെ മാറുന്നുണ്ട് ഈ സമയത്ത്. ചില ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ട്രെൻഡ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ മറ്റുള്ളവർ കണ്ട് നിങ്ങളടുത്തോട്ട് വരുന്ന എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിരിക്കും. ഈ സമയം നിങ്ങളെ ദൂരെ നിന്ന് ഒരുപാട് പേര് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കാൻ തുടങ്ങും ഒരുപാട് പേര്. ഈവൻ ഞാൻ പറയുന്നത് നിങ്ങളുടെ എനർജി ബേസ് വെച്ചിട്ട് നിങ്ങൾ ഒരുപാട് പേര് ആഗ്രഹിക്കാൻ തുടങ്ങും. നിങ്ങളുടെ കണ്ണുകൾ ഓരോന്നിനും ഓരോ ഭംഗി കൂടാൻ വേണ്ടി തുടങ്ങും. ഓരോ ഇൻസിഡൻറ്റും അല്ലെങ്കിൽ ഓരോ സിറ്റുവേഷൻ, പ്രകൃതി പോലും ഒരാൾ ആഗ്രഹിക്കുക, അല്ലെങ്കിൽ ദൈവങ്ങൾ പോലും ഒരു വ്യക്തി ആഗ്രഹിക്കുക എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ഡീപ്പിലി ആ വ്യക്തിക്ക് ഒരു കഴിവുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഡീപ്പിലി ആ വ്യക്തിയുടെ സോൾ ഭയങ്കരമായിട്ടും പവർഫുൾ ആയിരിക്കണം. അപ്പം
ഡിവൈൻസ് ഈ സമയത്ത് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടാകുന്നുണ്ട്. നിങ്ങൾക്ക് അതൃന്ത്യമായിട്ടുള്ള ആത്മാക്കളുടെ കഴിവ്, അല്ലെങ്കിൽ എന്താ പറയുക, സ്പിരിച്വൽ ജേണിയിലാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടാകുന്നുണ്ട്. എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ വീട്ടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ നിങ്ങൾ എന്നും കാണുന്ന പൂവ്, ഒരു മുല്ലപ്പൂവ്, ആ പൂവിന് നിങ്ങൾക്ക് ഇന്നേ വരെ കാണാത്ത ഫീലിങ്സും, ഇന്നേ വരെ കാണാത്ത അട്രാക്ഷനും, ഇന്നേ വരെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാത്ത കുറേയധികം ഫീലിങ്സും നിങ്ങൾക്ക് ഈ സമയങ്ങളിൽ ഉണ്ടാകുന്നു എന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു. നിങ്ങളത് വിശ്വസിക്കില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിത് വിശ്വസിക്കും. നിങ്ങൾ ഇറങ്ങി നോക്കൂ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം എന്ന് പറയുന്നത് അതങ്ങനെയാണ്. ഈ ഒരു സമയത്തിൻ്റെ പ്രത്യേകത അങ്ങനെയാണ്. എല്ലാം നിങ്ങൾക്ക് ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നും. എല്ലാം നിങ്ങൾക്ക് ഭയങ്കര ഫീലിങ്സ് ആയിട്ട് തോന്നും. നിങ്ങൾക്ക് ഓരോന്നിൻ്റെ അടുത്തും തോന്നുന്ന ഫീലിങ്സ് ജെന്യുവിൻ തന്നെയായിരിക്കും. ഓരോരുടെ ഇൻറ്റൻഷൻ എന്താണെന്ന് വരെ നിങ്ങൾക്ക് ഈ സമയത്ത് വ്യക്തമായിട്ട് മനസ്സിലാകും എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. എല്ലാത്തിൻ്റെയും എനർജി വരെ നിങ്ങൾക്കിവിടെ കണക്ട് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. അതാണ് ഞാൻ നിങ്ങളുടെ ആദ്യമേ പറഞ്ഞത്, ലിസൺ യുവർ ഇൻറ്റ്യൂഷൻ. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണോ അത് മാത്രം നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പം ഈ ഒരു സമയം എന്ന് പറയുന്നത് എന്താ പറയുക, നിങ്ങളെ മേക്ക് ചെയ്യാനുള്ള ടൈമാണ് ഈ സമയം. നിങ്ങൾക്ക് ഗൈഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാം. അതുപോലെ തന്നെ ഇവിടെ കാണുന്നുള്ളൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺ എനർജിയാണ്. ഈ സൺ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയം നിങ്ങൾ കൂടുതലും നിങ്ങളുടെ എനർജി ഒരുപാട് ഈ സമയത്ത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതായിരിക്കും. വെയിലും അതുപോലെ തന്നെ സണ്ണും ഒക്കെ ഒരുപാട് നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഒരുപാട് ഡൗൺ സിറ്റുവേഷനിലോട്ട് പോവേണ്ടി വരും. ചില ആൾക്കാരെ സംബന്ധിച്ച് ഒരു എനർജിക്ക് അനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാകും എങ്കിൽ പോലും നിങ്ങൾക്ക് രാവിലെ തൊട്ട് ഒരു 4-5 മണി വരെ നിങ്ങൾക്ക് എനർജി ഡൗൺ അങ്ങനത്തെ ഉള്ള സിറ്റുവേഷൻ ആയിരിക്കും. പക്ഷേ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു 6 മണിക്ക് ശേഷമുള്ള സമയം നിങ്ങൾക്ക് ഭയങ്കര ഫീലിങ്സ് ആയിരിക്കും. ഈവൻ നിങ്ങൾക്ക് പിടിച്ച് നിർത്താൻ പറ്റാത്ത പല ഫീലിങ്സിലൂടെ നിങ്ങൾ ഈ സമയത്ത് കടന്നു പോകും എന്നുള്ളതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. എന്താ പറയുക, ഫാൻറ്റസിക് വേൾഡ്. ഈ ടൈം നിങ്ങൾ അത്രത്തോളം എൻജോയ്മെൻറ്റ് ചെയ്യുക, അത്രത്തോളം നിങ്ങൾ ഈ സമയത്ത് നിങ്ങൾ മറ്റൊരാൾക്ക് വാല്യൂ കൊടുക്കാണ്ടിരിക്കുക. ഈ സമയത്ത് നമ്പർ 1 നിങ്ങൾക്ക് തന്നെ ആയിരിക്കണം പ്രയോറിറ്റി നിങ്ങൾ കൊടുക്കേണ്ടത്. അപ്പം നിങ്ങളുടെ ഉള്ളിലെ ഏഞ്ചലിനെ, മാലാഖയെ നിങ്ങൾക്ക് എന്താ പറയുക, ആ ഒരു എല്ലാ ഫീച്ചേഴ്സും ഉള്ള ആ ഒരു എന്താ പറയുക, ഡിമാൻഡ് ചെയ്യുന്ന ഫാൻറ്റസി വേൾഡിൽ ജീവിക്കുന്ന ആ ഒരു എന്താ പറയുക, എത്രത്തോളം നമുക്ക് പൊരുത്താൻ പറ്റും ആ സോളിനെ, അതിന് മേളിൽ നിങ്ങൾ ആ സോളിനെ നിങ്ങൾ ക്യാരി ചെയ്യണം. നിങ്ങളതിനെ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കുന്ന സമയത്ത് മാത്രമേ നിങ്ങൾക്കവിടെ എന്താ പറയുക, ഒരുപാട് എന്താ പറയുക, ഈ ഒരു സൺ എനർജി ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ വാട്ടർ സൈൻ കൊണ്ട് നിങ്ങൾ ആ സണ്ണിനെ ക്ഷമിപ്പിക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടാവണം. നിങ്ങൾ ആ സമയത്ത് വാട്ടർ സൈൻ ആവണം. ഇവൻ നിങ്ങൾ ഫയർ എനർജിയിൽ എന്ത് സിറ്റുവേഷനിലാണെങ്കിലും പഞ്ചഭൂതങ്ങളാൽ 5 ഭൂതങ്ങൾ, അതിലുള്ള ഒന്നിൽ തന്നെയാണ് വെള്ളമുള്ളത്. അപ്പം എല്ലാവരുടെ ശരീരത്തും അതെല്ലാം തന്നെയാണുള്ളത്. മണ്ണ്, വായു, ജലം, ഇതെല്ലാം തന്നെയാണ്. മണ്ണ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരമാണ്. അതുപോലെ തന്നെ ശ്വാസം എന്ന് പറയുന്നത് പ്രകൃതിയുടെ വായുവാണ്. തീ എന്ന് പറയുന്നത് നമ്മുടെ നെഞ്ചിലെ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലെ എരിയുന്ന ആ ഒരു ഇതുമായിട്ട് ഉപമിപ്പിക്കാം. അങ്ങനെ അപ്പോൾ ഒരുപാടുണ്ട്. അപ്പം അതിൽ പെട്ടത് തന്നെയാണ് വെള്ളം നമ്മൾ ഉമിനീര് കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത് കണക്ക് തന്നെ. അപ്പം അത് വെച്ച് നിങ്ങൾ കണക്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. നിങ്ങളുടെ വാട്ടർ സൈനായിട്ട് മാറുക. നിങ്ങളുടെ ഫ്രണ്ടിൽ തീ വന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാട്ടർ സൈനായിട്ട് മാറാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാണ്ട് നിങ്ങളും തീയായിട്ട് മാറിക്കഴിഞ്ഞാൽ രണ്ടും എരിഞ്ഞങ്ങ് തീരും. ഓക്കെ, അപ്പം അങ്ങനത്തെ ഉള്ള സിറ്റുവേഷനിൽ നിങ്ങൾ ആവാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. അപ്പം എന്താ പറഞ്ഞാൽ, സണ്ണിന് വാട്ടറിനോടൊരു പ്രണയമൊക്കെ തോന്നും ആ ഒരു സമയത്ത്. അത് ഒരുപാട് ഘടകങ്ങളും ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ എത്ര വിശദീകരിച്ച് കഴിഞ്ഞാലും അത് ഒരുപാട് ടൈം പോകും എന്നുള്ളതല്ലാണ്ട് നമുക്ക് പ്രകൃതിനെക്കുറിച്ച് ഒരുപാട് വിവരിക്കാൻ പറ്റത്തില്ല. അപ്പം ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളെ ഒരുപാട് ഗൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് റിലാക്സേഷൻ തരുന്ന സമയമാണ്. നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഈ സമയത്ത് ഡിവൈനായിട്ട് തരത്തില്ല. ഉണ്ടാക്കുന്നതെല്ലാം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി മുന്നോട്ട് നിങ്ങളെ തിരുത്തി കൊണ്ടുപോകാൻ പറ്റുന്നൊരു ടൈമായിട്ടാണ് ഈ സമയം കാണാൻ പറ്റുന്നത്. മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങളുടെ സോളിനെ നിങ്ങൾ ട്രെയിൻ ചെയ്തെടുക്കുക. നിങ്ങളുടെ കൂട്ടിലടയ്ക്കപ്പെട്ട അല്ലെങ്കിൽ കുപ്പിയിലാക്കപ്പെട്ട ഭൂതത്തിനെ നിങ്ങൾ ട്രെയിൻ ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഭൂതം എല്ലാം തരും. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാം അത് തരും എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. അല്ലാണ്ട് നിങ്ങൾ ആങ്സൈറ്റി ആയിട്ട് ഇരിക്കാൻ വേണ്ടി നമുക്ക് ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാവരുടെ ലൈഫിൽ എന്തായാലും വരുമല്ലോ. അപ്പം അതിനനുസരിച്ച് നിങ്ങൾ മാറാൻ വേണ്ടി നോക്കുക. ഈ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇൻഫ്ലുവൻസ് ആവുന്ന ചില സംഭവങ്ങൾ, ഇൻഫ്ലുവൻസ് ആവുന്ന ചില കാര്യങ്ങളുണ്ട്.
ഈ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻറ്റ്യൂട്ടീവ്ലി ചില ചില കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ പഴയ കാര്യങ്ങൾ, പഴയ തലമുറ, അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഈ സമയത്ത് നിങ്ങൾ പഠിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഹിസ്റ്ററി, അതായത് പഴയ കുറച്ച് കാര്യങ്ങൾ, ലൈഫ് കടന്നു വന്ന സിറ്റുവേഷൻ, അതൊക്കെ നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഇത് പഠിക്കുന്ന കുറേയധികം ആൾക്കാരുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഈ സമയം നിങ്ങൾ ടാറോ കാർഡ് റീഡിങ് പഠിക്കുന്നതായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹീലിംഗ് പഠിക്കുന്നതായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഈ സമയം നിങ്ങൾ എന്ത് പഠിച്ചാലും അത് ബെറ്ററാണ്, നിങ്ങൾക്ക് പഠിക്കേണ്ട. അല്ലെങ്കിൽ ഈ സമയത്ത് നിങ്ങൾ അവേക്കനിങ് ആവുന്നൊരു സിറ്റുവേഷനിലാണ് കാണുന്നത്. കുറേ കാര്യങ്ങൾ റിയലൈസേഷൻ ആകും. നിങ്ങളുടെ അമ്മയുടെയും അച്ഛൻ്റെയും കഥകളായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും പറഞ്ഞു തരുന്ന എന്തെങ്കിലും കഥകൾ, അല്ലെങ്കിൽ ഈ പറയുന്ന എന്താ ഡിവൈൻസിൻ്റെ കഥകളായിരിക്കാം. അങ്ങനെ പഴയ കാലഘട്ടത്തിലുള്ള ചില ചില ഇൻസിഡൻറ്റ്, സംഭവങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് വന്നു പോകുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ചരിത്രം പഠിക്കുന്നതായിരിക്കാം, ഈജിപ്റ്റും അങ്ങനെ, അല്ലേ, അതെനിക്കറിയത്തില്ല എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പഠിക്കും. അപ്പം ഇവിടെ കാണുന്നുള്ളൊരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ അതിനെക്കാറ്റും ഉപരി ഈ സമയത്ത് നിങ്ങളുടെ ലൈഫിൽ വരുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എഴുതി വെക്കപ്പെടും എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈ സമയം നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ സംസാരത്തിന് ഒരുപാട് പ്രാധാന്യം നിങ്ങളുടെ ലൈഫിൽ ഈ സമയത്ത് ഉണ്ടാവുന്നുണ്ട്. ഒരുപാട് കാമായിട്ട് നിങ്ങൾക്ക് ഈ സമയത്ത് നിൽക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, പ്രണയത്തിന് നിങ്ങൾ ഒരുപാട് വാല്യൂ കൊടുക്കുന്നൊരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈവൻ നിങ്ങളുടെ ലൈഫിൽ ചില വ്യക്തികൾ വന്ന് നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യും, നിങ്ങൾക്കൊരു താങ്ങായിട്ട് നിൽക്കും എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. ചില സിറ്റുവേഷൻസിൽ നിങ്ങൾ ഭയങ്കരമായിട്ടും ഫൂളാക്കപ്പെട്ടിട്ടുണ്ട്. ചില സിറ്റുവേഷനിൽ നിങ്ങൾ ഭയങ്കരമായിട്ടും മറ്റുള്ളവർ എന്തൊക്കെയോ അവരുടെ നീഡ്സിന് വേണ്ടി വന്ന് നിങ്ങളുടെ ലൈഫ് തൊലച്ചു പോയി എന്നുള്ളൊരു സിറ്റുവേഷൻ നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ, കാലചക്രത്തിൻ്റെ ബുക്കിൽ അതൊക്കെ എഴുതി വെക്കപ്പെട്ട് കർമ്മ റിലേറ്റഡ് ആയിട്ട് അതൊക്കെ അവരുടെ ലൈഫിലോട്ട് റിട്ടേൺ തിരിച്ചു പോകുന്ന സമയമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഈ സമയം നിങ്ങളുടെ ലൈഫ് ക്ലെൻസ് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ എനർജി ക്ലെൻസ് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ കർമ്മ ഈ സമയത്ത് നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റും. നിങ്ങളുടെ പ്രോബ്ലംസ് എല്ലാം നിങ്ങൾക്ക് പുതിയ സ്ട്രാറ്റജി നിങ്ങളുടെ ലൈഫിലോട്ട് വരാൻ വേണ്ടി തുടങ്ങും. അതുപോലെ തന്നെ ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു എൻ്റർടൈൻമെൻറ്റിലോട്ട് പോകുന്നൊരു സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് ചില സമയങ്ങൾ, ചില സിറ്റുവേഷൻ നിങ്ങൾക്ക് കാമാക്കി നിർത്താൻ പറ്റുന്നുണ്ട്. ഇൻഫ്ലുവൻസ്, ചില ആൾക്കാർ നിങ്ങളെ ഭയങ്കരമായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യും. നിങ്ങൾ അറിഞ്ഞൂടാ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റാത്ത ചില കാര്യങ്ങളുടെ തെളിവുകൾ ഉൾപ്പെടെ നിങ്ങളുടെ ലൈഫിൽ കിട്ടും. അതുപോലെ തന്നെ ചില തീരുമാനങ്ങൾ, വ്യക്തമായിട്ടുള്ളൊരു തീരുമാനം എടുക്കാൻ കഴിയും എന്നുള്ളതായിട്ടാണ് ഈ സമയം കാണുന്നത്. ചില ആൾക്കാരെ സംബന്ധിച്ച് അതാണ് പറ്റാത്തത്. ചില തീരുമാനം എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ കടന്നു പോകുന്നത് കൊണ്ട് അതൊരു പ്രോബ്ലംസ് ആയിട്ട് മാറുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈ സമയത്ത് നിങ്ങൾ ഈ സുഗന്ധവ്യഞ്ജനങ്ങൾ, എന്താ പറയുക, മഞ്ഞൾ, ഈ കുരുമുളക്, അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട എന്തൊക്കെയോ സംഭവങ്ങൾ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. ഇവൻ നിങ്ങൾക്ക് അതിൻ്റെയൊക്കെ, നിങ്ങൾ എന്തെങ്കിലും കഴിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെയൊക്കെ ടേസ്റ്റ് വ്യക്തമായിട്ടും അറിയാൻ പറ്റുക എന്നുള്ളതായിരിക്കാം. അതായത് ഇപ്പം നിങ്ങളൊരു മീൻ പൊരിച്ച് കഴിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ചിക്കൻ ഫ്രൈ കഴിക്കുന്ന സമയത്ത് അതിലെന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്, അതിലെന്തൊക്കെ കാര്യങ്ങളാണ് അടങ്ങിയിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് സെൻസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കത് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. അല്ലെങ്കിൽ എല്ലാത്തിൻ്റെയും മണം നിങ്ങൾക്ക് സ്മെല്ല് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു സമയമായിട്ട്. അതാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ ഓറ, നിങ്ങളുടെ സ്പിരിച്വൽ ജേർണി, നിങ്ങളുടെ സിറ്റുവേഷൻസ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്ത് ലൂപ്പിലാണ് പെട്ടിരിക്കുന്നത്, നിങ്ങളുടെ മനസ്സിനെ തകർക്കുന്ന എന്ത് പ്രശ്നമാണ് നിങ്ങളുടെ ലൈഫിലുള്ളത്, നിങ്ങൾക്ക് എന്താണ് ഇത്ര നാളെ നെഗറ്റീവ് തന്നുകൊണ്ടിരുന്നത്. ചിലർക്ക് ഡ്രഗ് ആയിരിക്കും, ചിലർക്ക് വ്യക്തികളായിരിക്കും, ചിലർക്ക് ഡിപ്രഷൻ, ചിലർക്ക് കരിയർ ആയിരിക്കാം. ഇത് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് അതിന് വേണ്ടിയിട്ടുള്ളൊരു സൊല്യൂഷൻ, അതിന് വേണ്ടിയിട്ടൊരു പ്ലാൻ വരച്ച് നിങ്ങൾ അതിലോട്ട് മാക്സിമം പോകുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ചില ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് തേർഡ് പാർട്ടി ഇഷ്യൂസ് ഉണ്ട്, റിലേഷൻഷിപ്പിൽ, കരിയറിലൊക്കെ തേർഡ് പാർട്ടി ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് ആ ഒരു തേർഡ് പാർട്ടി ഇഷ്യൂസ് നിങ്ങൾ ഈ സമയം കണ്ടുപിടിക്കാൻ വ്യക്തമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കി നിങ്ങൾ അതിലോട്ട് പോവുകയും ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. സോൾമേറ്റ് കണക്ഷൻ, ടിൻ ഫ്ലെയിം ജേണി, അതുപോലെ തന്നെ എന്താ പറയുക, സ്റ്റാർ സീഡുകൾ, ഇങ്ങനത്തുള്ള സിറ്റുവേഷൻസിലൊക്കെ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ സമയം നിങ്ങളെ സംബന്ധിച്ച് ആ ഒരു കരിക്കലും കാര്യങ്ങളെല്ലാം മാറുന്നുണ്ട് എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ ലൈഫിൽ ചില ഇത്തിൾ കണ്ണികളുണ്ട്, അതായത് ഒരു മരം വളരാൻ സമ്മതിക്കാതെ കുറേ ഇത്തിൾ കണ്ണികളും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ഫ്രണ്ടായിരിക്കാം, ഫാമിലി റിലേറ്റീവ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കാം. അതിനൊക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ അയൽവക്കക്കാരായിരിക്കാം, അങ്ങനത്തെ എന്തെങ്കിലും ആയിരിക്കാം, കണ്ണീർ, കമ്പയർ, ദൃഷ്ടിദോഷം, അതിനെയൊക്കെ നിങ്ങൾ സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് നിങ്ങൾ അതിനെയൊക്കെ മനസ്സിലാക്കി മാറ്റി നിർത്തുന്ന സിറ്റുവേഷനായിട്ട് നിങ്ങളുടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ചില ആൾക്കാരെ സംബന്ധിച്ച് ഒരു ഫാൻറ്റസി വേൾഡിലോട്ട് പോകുന്നു, അല്ലെങ്കിൽ ഒരു ഫാൻറ്റസി വേൾഡ് നിങ്ങളുടെ ലൈഫിൽ തുറക്കുന്നു, അല്ലെന്നുണ്ടെങ്കിൽ പുതിയൊരു നിങ്ങളുടെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബുക്കാണ്. എല്ലാവരുടെയും ലൈഫ് എന്ന് പറഞ്ഞാൽ ബുക്കാണ്. ഒരു ചാപ്റ്റർ തീരുമ്പോൾ അടുത്ത ചാപ്റ്റർ നമുക്ക് മറിച്ചേ പറ്റുള്ളൂ. അത് നമുക്ക് അറിയാൻ പറ്റത്തില്ല മുന്നേ എന്താണെന്ന്. ചില ആൾക്കാർക്ക് അറിയാൻ പറ്റില്ല, ചില ആൾക്കാർക്ക് ഇൻറ്റ്യൂഷൻ വെച്ച് കിട്ടും, ചില ആൾക്കാർക്ക് ഗിഫ്റ്റഡ് ആയിട്ട് കിട്ടാം.
പക്ഷേ നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങളത് അറിയുക തന്നെ വേണം. അല്ലെങ്കിൽ എന്താ പറയുക, അടുത്ത പേജ് നിങ്ങൾക്ക് മറിക്കുക തന്നെ വേണം. അപ്പം ഈ ഒരു പേജിൽ തന്നെ നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ ഒരു പേജ് മാത്രം നിങ്ങൾക്ക് വായിച്ചുകൊണ്ടിരിക്കുക, അത് നിങ്ങൾക്ക് കുറച്ചും ബോറടിക്കും. അപ്പോൾ അടുത്ത പേജിലോട്ട് മറിക്കുന്ന സമയത്ത് അടുത്ത പേജ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ പറ്റുന്നൊരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ ലൈഫിൻ്റെ അടുത്തൊരു ജേണി തുടങ്ങുന്നൊരു സമയമായിട്ടാണ് ഈ സമയം കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ ലൈഫിൻ്റെ അടുത്തൊരു ടേണിംഗ് പോയിൻ്റാണ്. നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് പോസിറ്റീവായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റണം. എല്ലാവരെയും അട്രാക്റ്റ് ചെയ്യാൻ പറ്റണം. നിങ്ങൾക്കൊരു ഫാൻറ്റസി വേൾഡിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പോകാൻ വേണ്ടി പറ്റേണ്ട ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളൊരു ടൈമായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് ഈ സമയത്ത് ഞാനൊരു സംഭവം പറഞ്ഞത്, നിങ്ങൾ എന്ത് മാനിഫെസ്റ്റ് ചെയ്താലും നിങ്ങളുടെ ലൈഫിൽ അത് അട്രാക്റ്റഡ് ആവും എന്നുള്ളതാണ് ഈ സമയത്ത് നിങ്ങളുടെ ലൈഫിൽ വരുന്നത്. കൂടുതലും നിങ്ങളുടെ സോൾ കൂടുതൽ നിങ്ങളുമായിട്ട് അട്രാക്റ്റഡ് ആവും. നിങ്ങൾക്ക് കുറേയധികം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. അതുപോലെ തന്നെ ചരിത്രം, പഴയ കാര്യങ്ങൾ, നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹിക്കുന്ന ചില സിറ്റുവേഷൻസ്, നിങ്ങളുടെ ചെറുപ്രായത്തിൽ നിങ്ങൾ എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ചെറുപ്രായമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. വെറുതെ നിങ്ങൾക്ക് ഹാപ്പിനെസ് ആക്കാൻ പറ്റും. ചില യാത്രകൾ പോകുന്ന സമയത്ത്, ചില ഹാപ്പിനെസ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ എത്തിപ്പെടുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടും ഈ സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് പേര് 1111 കാണും, 333 കാണും, 444 കാണും, 555 കാണും. അതുപോലെ ഏഞ്ചൽ നമ്പർ കാണും. നിങ്ങൾ ആഗ്രഹിക്കുന്ന, ആരാധിക്കുന്ന ആൾക്കാരെയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ ആഗ്രഹിക്കുന്ന സിറ്റുവേഷൻ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ഷോസ് കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ലൈഫിൽ പ്രത്യക്ഷമാവും. അതുപോലെ തന്നെ ഫിലിം കാര്യങ്ങൾ, ഇതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഹാപ്പിനെസ് തരുന്നൊരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതുതന്നെയാണുള്ളത്. അപ്പം ഇതൊക്കെ തന്നെയാണുള്ളത്. അപ്പം ഇതിന് പുറമെ ആർക്കും പേഴ്സണായിട്ട് താല്പര്യം ജസ്റ്റ് കോൺടാക്ട് ചെയ്യുക. ഈ ഒരു ടൈം നിങ്ങൾക്ക് ഭയങ്കര വാല്യുബിളാണ്, നല്ല വാല്യുബിൾ ആയിട്ടുള്ള സമയമാണ്. കാരണം യൂണിവേഴ്സ് നിങ്ങളുടെ ടൈം, നിങ്ങളുടെ ഒരു യുഗം തന്നെ മാറ്റാൻ ആഗ്രഹിക്കുന്ന ഒരു സമയമായിട്ടാണ് കാണാമെന്ന്. ഈ സമയം നിങ്ങൾ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ബ്ലെസ്സിങ്സ് ഉണ്ടാവുമെന്നാണ് കാണിക്കുന്നത്. അപ്പം ഓക്കെ ബൈ, അടുത്ത വീഡിയോയിലോട്ട് കാണാം. ടാറ്റ, ബൈ ബൈ, സീ യു.